എടി അങ്ങോട്ട് നന്നായിട്ട് തൂക്ക്, അതിന് വേദനിക്കൊന്നുമില്ല. ഓ തൂക്കുമല്ലേ? ആ കണ്ട അതാ കിടക്കുന്നത് അതൂടെ. ആ അച്ഛാ ഓ ഒരു കാര്യം പറയടാ. കുറച്ചു നേരം ഞാനൊന്ന് നടുവ് നിവർത്തോട്ടെ, എനിക്ക് നല്ല നടുവേന എടുക്കുന്നു. ആ എന്നാ ഇച്ചിരി ആയിരുന്നു പറഞ്ഞോ. ഓ എന്റെ അമ്മോ എങ്ങനെയുണ്ട് ഇപ്പം? നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടല്ല. എന്നാ വീണ്ടും കണ്ടിന്യൂ. ആശ്വാസമായില്ലേ? ബാക്കി ചെയ്തോ. ഈ അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ 2-3 ദിവസത്തേക്കൊക്കെ മാറി നിൽക്കണ്ടേ? എടി അപ്പൊ ഈ 365 ദിവസം പറമ്പിൽ പണിയെടുക്കുന്ന എന്റെ നടുവാ? അത് അച്ഛന്റെ റബ്ബർ നട്ടല്. റബ്ബർ നട്ടല്ലെന്ന്. ആ ചെയ് അച്ഛാ എന്തോ വയ്യ അച്ഛാ, ഞാൻ തലയിറങ്ങി വീഴും. തലയിറങ്ങി വീഴൊന്നുമില്ല. തലയിറങ്ങി വീഴണമെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ട്. മക്കള് ചെയ് കണ്ടിന്യൂ. അതൂടെ അച്ഛാ എനിക്ക് വയ്യ. ആ വരട്ടെ. ആ അങ്ങനെ മോളെ ഇവിടെ കിടക്കുന്നു. എന്തുടാ? അല്ല നുള്ളാൻ ചൂല് വെച്ച് അടിച്ചാ മതിയാ? എന്ത് പ്രശ്നം എന്തോടാ? എന്നെ കളിയാക്കിയത് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ സ്വപ്നാണെന്ന് വിചാരിച്ചാടേ. പിന്നല്ലാതെ ഞാൻ സ്വപ്നമായിരിക്കും. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല ഇതൊക്കെ അപൂർവ കാഴ്ച. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ വന്നതാണ്. കണ്ടില്ലേ കാഴ്ച? കണ്ടില്ലേ അപൂർവ കാഴ്ച? വേണേ ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചിട്ട് അങ്ങ് പൊക്കോ. അയ്യോ ഫോൺ എടുക്കാൻ പറഞ്ഞു കേട്ടോ, അല്ലേ ഫോട്ടോ എടുക്കും. അല്ല എവിടെ ബാക്കി ചെയ്യും. നീ ടെൻഷൻ ആവട്ടെ. നടക്കട്ടെ. എന്താ നോക്കിയിരിക്കുന്നത്? എന്തെങ്കിലും വേണോ? ഓ 2 ഉമ്മ വരൂ. ചായ വരൂ. ചായ ഞാൻ ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. ചായ ആണെങ്കിൽ എനിക്കൂടെ എടുത്തോണ്ടോ? എന്റെ പോൻ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്, 2 പേരും അവിടെ പോയി കഴിക്കും. സുമേഷിന്റെ എടുത്ത് വെച്ചില്ല. അവൻ ഇതുവരെ കഴിച്ചില്ലേ? അവൻ ഇന്നലെ തൊട്ട് ആ റൂമിന്റെ വെളിയിലേക്കേ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഭക്ഷണം ഇവിടെ കണ്ടാലും ചാടി വീഴുന്നവനല്ലേ. പക്ഷെ അങ്ങനെയല്ല അച്ഛാ, അവനൊരു ഉത്സാഹം ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മാമ ഇവിടെ നാളേക്ക് അങ്ങോട്ട് പോവാൻ മാമന്റെ സ്വന്തം മോനല്ലേ? പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ അവൻ എഴുന്നേറ്റിട്ട് ആഫീസിലൊന്നും പോകാനല്ല. എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. പോയി നോക്കിയിരുന്നെ. ഹലോ ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ടേ പോകാവൂ കേട്ടാ. എനിക്കെങ്ങനെ അറിയാം? വേണ്ടിട്ടാ? അതാ പിള്ളേരെല്ലാരും കൂടെ ചവിട്ടി എഴുന്നേപ്പിച്ച് പല്ലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പറ്റിയത് ഞാൻ ഒന്ന് പോയി നോക്കിയല്ലേ. ശരി എന്നെ തൂക്കണ്ട, തല കുത്താറ് കളിക്കല്ലേ നീ. ചിറ്റപ്പാ ഹോളിൽ പോയി കിടക്കാവാ. സുമേഷ് എന്നെ പോലെ നല്ല അടിപൊളിയായിട്ടിരിക്കേ. എന്നെ പോലെ നല്ല അടിപൊളിയായിട്ടിരിക്കേ. ഞാൻ നിന്നെ പോലെ ആര് പറഞ്ഞ് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്ത് വ്യത്യാസം? വ്യത്യാസമുണ്ട്. എനിക്ക് താടിയില്ല, സുമേഷ് താടിയുണ്ട്. പക്ഷെ വലിയ വ്യത്യാസം കേട്ടോ നീ കണ്ടുപിടിച്ചത്. എന്താ വ്യത്യാസമല്ലേ? നല്ല വ്യത്യാസം. ഒന്ന് ചുമ്മാ കിടന്നോട്ട് മനുഷ്യൻ. എന്ത് കിടക്കണ എന്ത്? സുമേഷ് ഇപ്പൊ ഒന്ന് കടന്നേ ഉള്ളൂ. ഫുഡൊന്നും വേണ്ടടാ. ചിറ്റപ്പന് ഫുഡൊന്നും വേണ്ടാന്ന്. ഒന്നിനോട് താല്പര്യമില്ല, ഭയങ്കര ക്ഷീണം. എന്തായി വല്ല പറഞ്ഞ? നീ തൂത്ത് കഴിഞ്ഞ ഉടനെ ഓടിങ്ങി വന്നിരിക്കണം. ഞാൻ തൂത്ത് കഴിഞ്ഞു. ചോദിച്ചോട്ടാ എന്തേലും പറഞ്ഞു. എന്തുവാ? ഇന്നലെ അരടേശായിട്ടും ചിറ്റപ്പനും കൂടെ ഒരു കടയിൽ പോയി ഫ്രീ ആയിട്ട് കുഴിമന്തി തിന്ന്. അപ്പൊ തൊട്ട് വൈറ്റിന് ഒരു കല്ലിറങ്ങിയ ഫീലാണ്. നോട്ട് ദ പോയിന്റ്. ഫ്രീ ആയിട്ട് കുഴിമന്തി. എടാ ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും തട്ടി അങ്ങ് കയറ്റല്ലടാ. ഇതുപോലെ കിടക്കേണ്ടി വരും. ചുമ്മാ ഇരി. അല്ലെ തീർക്കാൻ നിനക്ക് വിശക്കുന്നില്ലേ? ചെറുതായിട്ട്. എന്നാ ഞാൻ എടുത്തു തരാം, ഫുഡ് എടുത്തു തരാം. എനിക്ക് വയ്യ, അവിടെ വരെ നടക്കണോടി വയ്യ. എന്നാ ഞാൻ ഒരു തട്ടത്തിൽ വെച്ച് കൊണ്ടുവരട്ടാ. നിങ്ങൾ എന്തിനാ ചെറുക്കനെ കളിയാക്കുന്നേ? ഞാൻ അവനെ കളിയാക്കില്ല, കാര്യം പറഞ്ഞില്ലേ. അവന് ശരിക്കും വയ്യെന്ന് തോന്നുന്നു. അല്ലെ അവൻ ഇങ്ങനെ കിടക്കുവോ? ചേട്ടനെ വിളിച്ചിട്ട് മരുന്ന് വല്ല വാങ്ങിച്ചോണ്ട് വരാൻ പറ. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാം. വന്ന് ചെറുക്കനോട് ഒരു സ്നേഹവും ഇല്ല കേട്ടോ നിങ്ങൾക്ക്. എനിക്കാ എടി ഇവന് വേണ്ടിയില്ല തമിഴ്നാട്ടിൽ പോയി ഞാൻ കിടന്ന് മണ്ണ് കിടന്ന് ഉരുണ്ടാ തടീനോട് അടി കൂടിയത്. അപ്പൊ എനിക്ക് അവന്റെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്ന് പോട്ട് പുതുമേ, അവള് വെറുതെ പറഞ്ഞായിരിക്കും. ഏതായാലും സ്നേഹം ഇല്ലെന്ന് എനിക്ക് വിഷമമില്ല. പറഞ്ഞേ സോറി. വേണ്ട മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. കം എണീര്. എനിക്ക് വയ്യ, മടിക്കുന്നേ. എന്നാ പിന്നെ ഞാനേ സോഡ വാങ്ങിച്ചോണ്ട് വന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് കുടിച്ചാലോ? ഒന്നും വേണ്ട, മരുന്ന് കൊടുത്താ മതി. അത് കഴിഞ്ഞിട്ടാട്ടെ നീ കിടന്നോ കേട്ടോ. സോഡ വേണ്ടോ? ശല്യം ചെയ്തെങ്കിൽ വാ. വേണേ വാങ്ങിച്ചോ. നിങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിതേ വരുന്നു കേട്ടോ. എന്തേലും ഉണ്ടെ വിളിച്ചാ മതിയേ കേട്ടോ. കണ്ടാ നല്ല മഷി പോലെ അരച്ചെടുക്കണം. മക്കളെ ആടലോടം കൊണ്ട് ഇങ്ങോട്ടിട്ടെ. ആടലോടകം എടുത്തിങ്ങോട്ടിടാൻ. ആടാനല്ല, ആടലോടകം. അത് ഇതിനകത്ത് ഏത്? പച്ച പച്ച പച്ച. അല്ല ഇതെല്ലാം പച്ചയല്ലേ? എടാ ഇതെടുക്കടാ. ഇവനക്ക് എന്തുവാടാ ഇത്? ഇത് ഏത്? ആടലോടകം കണ്ടില്ല? അതേന അത് ഇങ്ങോട്ട്. കഷ്ടം. ഇതൊക്കെ കണ്ടു പഠിക്കടാ. ഇതെന്തുവാടാ? ഇത് കാട്ടുകടി.
കാട്ടുകടിയാ ഇത് വെച്ചാണ് ഇന്ന് തോരൻ ഉണ്ടാക്കണ്ടേ എനിക്കെങ്ങും അറിയത്തില്ല കേട്ടോ അച്ഛാ മാമ ഇത് വെച്ച് തോര വല്ല വെച്ചോണ്ടല്ല ആമാശയം വരെ ചൊറിഞ്ഞു അവസാനം മറ്റേ ബ്രഷ് ഇങ്ങനെ ഇറങ്ങി. അയ്യോ ഡേയ് ഞാനേ സുമേഷിന്റെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരാണ് അമ്മയെ വിളിച്ചു പറഞ്ഞത്? അത് ഞാനാ. നീയാ? അത് പിന്നെ അച്ഛനല്ല എന്നെ കൊണ്ട് തൂത്തു വാരിപ്പിച്ചത്. അപ്പൊ അച്ഛമ്മ വിളിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പക്ഷെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അവന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ രാരിച്ച വൈദ്യരെ പിടിച്ചത്. ആണോ? എന്നിട്ട് രാരിച്ച വൈദ്യർ എന്ത് പറഞ്ഞു? രാരിച്ച വൈദ്യരെ കിട്ടിയില്ല. പക്ഷെ ഈ മരുന്നേ പണ്ട് ഇതേപോലെ ഒരു അസുഖം വന്നപ്പോ എനിക്ക് കുറിച്ച് തന്നതാ. ഞാൻ ഇത് അവനോട് കൊടുക്കട്ടെ. അയ്യോ അച്ഛാ ഇതൊക്കെ നടക്കോ? നീ ഇപ്പൊ നോക്കിക്കോ. ഇവിടെ മാറങ്ങോട്ട്. ഈ മരുന്ന് ചിറ്റപ്പൻ കഴിക്കോ ചിറ്റപ്പന്റെ അസുഖം പമ്പ കടക്കും. പമ്പ കടന്നു പോയി തൊഴുതില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കരിങ്ങാച്ചിറ ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു. കുറച്ചെടുത്ത് കഴിക്കാത്ത വേണ്ട, ഞാൻ കഴിച്ചാൽ ചിലപ്പോ എനിക്ക് പനി കൂടും. ആണല്ലേ? ഞാൻ അതുകൊണ്ട് അപ്പൂപ്പൻ കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും. പിന്നെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് കാര്യമില്ല. എന്ത് പറ്റി? ഒന്ന് വയ്യ കേട്ടോ, ഒരു ഉഷാറില്ല. ഒട്ടും വയ്യേ? എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടാ? പനിയുണ്ടോ? ഇല്ലല്ലോ. പനിയൊന്നുമില്ല ഏട്ടാ, ഒരു ഉന്മേഷമില്ല. അച്ഛൻ എന്തോ മരുന്ന് കണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് കഴിക്കാൻ പറഞ്ഞു. മരുന്ന് ഉണ്ടായിക്കൊണ്ട് വന്ന? എടേ അച്ഛൻ ഉണ്ടായിക്കൊണ്ട് വരണം. മരുന്നും കഴിക്കില്ല, അസുഖമൊന്നും മാറൂല. മാറില്ല. അങ്ങനെയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ എനിക്ക് വയ്യായി വന്ന് അച്ഛൻ എന്തോ മരുന്ന് കൊണ്ടുവന്ന് ഒട്ടും മാറിയില്ല. പിന്നെ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ടാണ് മരുന്ന് കഴിച്ച് കുറച്ചിങ്ങനെ മാറിയത്. കിളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞോളാം നിനക്ക് വയ്യെന്ന്. അപ്പോൾ ഞാൻ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ടേ കൈകാലൊക്കെ കഴിക്കുന്നു. മരുന്ന് മേടിച്ചു. എവിടെ മരുന്ന്? സുമേഷേ മക്കളെ എങ്ങനെയുണ്ട്? കഴിച്ചോ? മരുന്ന് കഴിച്ചോ? കഴിക്കണം. കഴിച്ചില്ല ഇതുവരെ? അല്ല വേണ്ട വേണ്ട, ഞാൻ കുറച്ചും കഴിച്ചോളാം. കുറച്ചൊന്ന് കിടന്നോട്ടെ. കഴിക്കണേ, കഷ്ടപ്പെട്ട് അരച്ചുണ്ടാക്കിയതാ. കഴിക്കോ? അവനെ നോക്കിക്കോണം കേട്ടാ, ചിലപ്പോ കഴിക്കാതിരിക്കും. അസുഖം മാറാനുള്ളതാ. ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത് അരച്ചോണ്ട് വന്നടാ. അച്ഛൻ കഷ്ടപ്പെട്ട് അരച്ചോണ്ടൊന്ന് മരുന്ന് കഴിക്കണേ. കഴിക്കണടാ കേട്ടാ. മരുന്ന് ഇപ്പൊ തന്നെ ശരിയാവില്ല. അച്ഛൻ ഇനിയും കയറി വരും. ഞാൻ അകത്ത് വെച്ചേക്കാം. അല്ല തന്നിട്ട് പോ. ഇപ്പഴല്ല, ഞാൻ അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ടോ നോക്കിട്ട് ഞാൻ വരാം. ഞാൻ ഇപ്പൊ വരാണം. ഇല്ലേ ഞാൻ തരാം, മരുന്ന് തരാം. നിങ്ങളെവിടെ വന്നിരുന്ന് എന്ത് കാണിക്കുവാ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? വർക്കൗട്ട്. അത് മനസ്സിലായി. ഈ നട്ടുച്ചയ്ക്ക് എന്ത് വർക്കൗട്ടാന്നാ ചോദിച്ചേ? എപ്പോഴെങ്കിലും ചെയ്യണ്ടേ? വർക്കൗട്ട് ചെയ്യണം. എന്താ പെട്ടെന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ? കമല മാഡം വിളിച്ചു പറഞ്ഞ സ്റ്റേഷനിലുള്ള ആണുങ്ങൾക്കെല്ലാം വണ്ണം കൂടുകയാണ്, കുറയ്ക്കണമെന്ന്. അതിന് നിങ്ങൾക്ക് എന്താ? ഞാൻ ഇല്ലത്തപ്പോ എന്നെ വെച്ചാണ് ആ കോമഡി ഓടണേന്ന് അവിടെ. ഓ അങ്ങനെ നട്ടുച്ചയ്ക്ക് ഒന്ന് ഭരതനാട്യം കളിക്കുന്നത്. അങ്ങനെ എന്നെ എക്സാമ്പിൾ ആക്കി ആരും കോമഡി വിടണത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ മുറുക്ക് വേണ്ട? മുറുക്കൊന്നും വേണ്ട. കോൺസെൻട്രേഷൻ കറിയാൻ വേണ്ടി. എന്തോന്ന്? ആഹാരത്തിന്റെ സമയത്ത് മുറുക്കല്ല കൊണ്ടുവരണം. ആഹാരം ചോറായോ? ചോറായി. അത് കഴിക്കാം. ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരുന്ന എങ്ങനെ ചോറ് കഴിക്കുന്നേ? നിങ്ങൾക്കല്ലേ മുറുക്ക് വേണ്ടെന്ന് പറഞ്ഞു? അറിയാം. ഇപ്പൊ എടുത്തേ പ്രലോഭനം. ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരും. ചേട്ടനപ്പ വന്നു? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. സുമേനെ കണ്ടാ? കണ്ടേ. അവന് കഴിക്കാനുള്ള മരുന്ന് ഞാൻ എടുത്ത് എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൊടുക്കണം. ഞാൻ പുറത്തു പോയിട്ട് വരാം. ചേട്ടൻ എവിടെ പോവാ? അപ്പൊ ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ പുറത്തു പോയിട്ട് വരാന്ന്. പുറത്ത് കഴിക്കാൻ പോണോ? ഇവൻ തിരക്കണെന്ത്? വർക്കൗട്ട് ചെയ്യുന്നു. വർക്കൗട്ട് ചെയ്യുന്നു. എന്ത് അളിയ അവിടെ തടി ഉറക്കാൻ വേണ്ടി എന്ത് വർക്കൗട്ട്? തടി ഉറക്കാൻ? തടി ഉറക്കാണ്. ഓ നീ തടി ഉറച്ചിട്ട് എവിടെ പോകും? സ്റ്റേഷനിൽ തന്നെ. അല്ല അപ്പൊ മരുന്ന് എടുത്ത് കൊടുക്കട്ടെ? മരുന്ന് കഴിച്ചിട്ട് ആഹാരം കൊടുത്താൽ മതി എന്ന് അച്ഛൻ പറഞ്ഞേ സുമയ്ക്ക്. ആണോ? അച്ഛൻ കാണാതെ മരുന്ന് എടുത്ത് കൊടുക്കണം. അതെന്താ? അച്ഛൻ കണ്ട അച്ഛൻ കൊണ്ടുവന്ന് മരുന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പ്രശ്നം ഉണ്ടാകും. അതൊന്നും അളിയും പഠിക്കണ്ട. എല്ലാം മരുന്ന് ആഹാരമൊക്കെ അവന് കൊടുക്കണത് ഞാൻ കൊടുക്കും. അത് പെട്ടെന്നൊരു മനംമാറ്റം. അല്ല ഇവിടെ പലരും പറയണതാ എനിക്ക് അവൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ലെന്നാ. അത് തെളിയിക്കേണ്ട ഒരു അവസരമാണല്ലോ ഇത്. കഴിഞ്ഞു. അവന് ചോറും കൂടെ ഞാൻ കഴിച്ചിട്ട് അവന് ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ട് വേണം ചോറ് കൊടുക്കാൻ. അത് അവനല്ലേ, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞു. അപ്പൊ വർക്കൗട്ടൊന്നും അല്ല. നീ ചെറുക്കനെ മരുന്ന് കൊടുത്തിട്ട് നോക്കിയോ? നീ ഇവിടെ കാണണം നീ പലതും. സുമേഷാമ്മ നമുക്ക് കളിക്കാം. പെയ്യാതിരിക്കുമല്ലേ ചിറ്റപ്പൻ? എങ്ങനെ കളിക്കാനാണ്? സുമേഷാമ്മ നമുക്ക് കളിക്കാം. ചുമ്മാ ഇരി കണ്ണാ. എല്ലാം ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. രോഗിക്ക് മരുന്ന് കൊടുക്കട്ടെ. ഞങ്ങള് ബൈസ്റ്റാൻഡറാ. ബൈസ്റ്റാൻഡർ അല്ല, ട്രൈസ്റ്റാൻഡർ ഇറങ്ങും. ഇറങ്ങ. ഓടെ
ഡേ ചാടി എഴി വാ. മരുന്നുണ്ട് വാ, നീ എണീരങ്ങോട്ട്. എനിക്കാൻ വയ്യളിയാ. എടേ ഇത് കുടിച്ചിട്ട് നീന്റെ ആ ഓജസ്സൊക്കെ തിരിച്ച് വരട്ട്, നീ ഇങ്ങോട്ട് ചാടി എണീര് നീ. ചേട്ടൻ കൊണ്ടുവന്ന് വരുന്നതാണ്. പിന്നെ അച്ചാറിന് അച്ചാറിന് മാമൻ പറമ്പിൽ പോയി നീ കുടി അങ്ങോട്ട്. സെറ്റ് ഇത് കുടി, എല്ലാം മാറും. വിറക്കാണോ? വിറക്കണ? ആ കൈയൊക്കെ വിറയ്ക്കുന്ന. എന്നാ പിന്നെ കുറച്ചോ നേരിട്ട് കുടിച്ചോ. എനിക്ക് കുഴപ്പമില്ല. അടപ്പ് നീ നക്കി എടുത്തി. അത് കുഴപ്പമില്ല. നിന്ന് നക്കി ഞാൻ നക്കി നക്കൂടെ. കൊള്ളാം. കുടി കുടി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? പെരുവെള്ളത്ത് പെരുത്തരുന്നില്ല. എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. എനിക്ക് 2 റൗണ്ട് ഓടാൻ എന്തോ ശരിയായോ? ശരിയായി. അല്ല നിങ്ങൾക്ക് എന്താ പറ്റി? ഞാൻ ചെന്ന് ഓടിയിട്ടൊന്നല്ല. എന്തിറ്റി? എന്തുവരിക്ക് പറ്റിയത്? നിനക്കല്ലേ വയ്യാണ്ടിരുന്നേ? എനിക്കെന്ത് വയ്യ? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളെന്താ നിക്കാത്തവരുടെ അപ്പച്ചി നിക്കാൻ അവിടൊക്കെ എവിടെ പോയി? ഇവനെ നീ എങ്ങോട്ടേ ഞാൻ അക്ഷയ സെന്ററിൽ പോവാ. അക്ഷയ സെന്ററിൽ അവര് ആ മരുന്ന് കഴിച്ചപ്പോ തൊട്ട് ഇങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് അപ്പൂപ്പനെ വിളിച്ചോണ്ടോ. എന്റെ കൊച്ച് അപ്പൂപ്പ ഒന്ന് വേഗം വന്നേ. വരാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ പണിയുണ്ട് മോളെ. ഇങ്ങ് വാ അപ്പൂപ്പ, അത്യാവശ്യ കാര്യത്തിലാണ്. എന്ത് കാര്യം എന്താ നീ പറ. ഇങ്ങ് വന്നേ. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? മരുന്ന് കഴിച്ച് ഹാപ്പി ആയില്ലേ? മാറി. ഇതാണ് ഇപ്പൊ പ്രശ്നം. അവരൊരു പ്രശ്നമില്ല, അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് പോവല്ലേ. ആ മരുന്ന് കഴിച്ചതാണ് അപ്പൂപ്പ പ്രശ്നം ഉണ്ടായത്. എന്ത് പ്രശ്നം? സംഭവം എന്താ തെളിച്ചു പറ. അപ്പൂപ്പ മാമനും ചിറ്റപ്പനും അപ്പൂപ്പ തന്നാ മരുന്ന് കഴിച്ചു. മാമ എന്തിനു കഴിച്ചു? ഞാൻ ഇവനുണ്ടാക്കി മരുന്നല്ലേ. പറയട്ടെ, അപ്പൊ തൊട്ട് അവരിങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുക. കൂട്ടൊക്കെ കറക്റ്റ് മിക്സ് ചെയ്താണ്. എന്റെ അപ്പൂപ്പ ഒന്നിനും വന്നേ. ഞാൻ എന്തിനാ പറഞ്ഞത്? വീണ പൊട്ടി പോകുന്നത്. നീയാ പൊട്ടി പോവൂ. അതെന്നാ അല്ല കൊച്ചിനെ തരാം. ചെറുക്കനെ താഴെ വെച്ചിട്ടുള്ള കളിയാക്കാൻ മതി. അടുത്തത് എടി നീ എന്നെ പിടിച്ചോണ്ട് ഓടാതെ. എന്താ സംഭവം തോന്നറാ? എന്തുവാ? കാണുന്നില്ല ഇത് തന്നെ പ്രശ്നം. നീ എവൻ അരച്ചു വെച്ച മരുന്ന് നീ എന്തിനെടുത്ത് കഴിച്ചത്? ഞാൻ കഴിച്ചേ. എനിക്ക് തന്നത് അതെടുത്ത് കഴിക്കുവോ? എന്റെ അച്ഛാ ഇത് പ്രശ്നവും. അച്ഛനോട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എന്തോന്ന് പരിഹാരം ഉണ്ടാക്കാൻ? എന്നാ അച്ഛൻ ഉണ്ടാക്കണ്ട. അച്ഛൻ കൊടുത്ത മരുന്ന് കഴിച്ചിട്ടാണ് ഇതാ കണ്ട ഓടുന്നത്. അപ്പം ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം അച്ഛനാ. ഇതിന്റെ എല്ലാ ചെലവും അച്ഛൻ തന്നെ നോക്കണം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു. അപ്പൊ പിന്നെ നോക്കിയേക്കാതെ എന്താ സംഭവം പറ. അച്ഛന് വയസ്സ് പ്രായമൊക്കെ ആയില്ലേ അച്ഛാ? അതിന്
അച്ഛന് ജോലിക്കൊക്കെ പോക്കൂടെ? അത് ശരി, ഇനി വയസ്സാം കാലത്ത് ഞാൻ വീണ്ടും ജോലിക്ക് പോയി നിനക്കൊക്കെ ഉണ്ടാക്കിക്കോണല്ലേ? ഈ കൊള്ളാവുന്നതാണ്. അയ്യോ ദേ സുമ പോയി. അയ്യോ ശിവേട്ടാ. സംഭവം മനസ്സിലായി, കിളി പോയതാ. ഞാൻ പോയിട്ടില്ല. അയ്യോ നിന്റെ ആരുമല്ല, ഒറിജിനൽ കിളി പോയ കാര്യമാ. എടി ഇവര് മരുന്ന് കഴിച്ചാ ഇവിടുന്ന് ചിറ്റപ്പന്റെ മുറിയുന്നു എടുത്തിട്ടേ. മരുന്നാ? ആ ഓ ദേ വരുന്നു. എടി അതങ്ങനെ തെറ്റാൻ വഴിയില്ല, ഞാൻ കറക്റ്റ് ചേരുവ ചേർത്ത് അരച്ചതല്ലേ. അടിച്ച വൈദ്യരുടെ അല്ലേ ആ. അച്ഛൻ അരച്ച്. ഓ ഇതിന്റെ അപ്പുറം പ്രതീക്ഷിക്കണം. മാർക്കേ എനിക്ക് വയ്യണ്ടോ. നീ അങ്ങനെ കുറച്ചില്ല. അച്ഛന്റെ ആ അരപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. എടി ഞാൻ കഷ്ടപ്പെട്ട് ഇലയെടുത്ത് അരച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇത് തന്നെ കേക്കണം കേട്ടാ. ഇതേത് മരുന്ന്? അപ്പൂപ്പ ഉണ്ടാക്കിയ മരുന്ന്. എടാ ഞാൻ ഉണ്ടാക്കിയ പച്ച മരുന്ന്, നീ ഇവിടെ കട്ടതല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. അത് ശരിയാണല്ലേ? അല്ല ഇതാണ് അവര് കുടിച്ച റൂമിന്ന് കിട്ടി. ആ അച്ഛൻ ഇനി കൂടുതലൊന്നും പറയണ്ട. എന്തായാലും അച്ഛൻ ഉണ്ടാക്കിയ മരുന്ന് കുടിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ ആയത്. അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം അച്ഛനാണ്. അയ്യോ ഞാൻ ഉണ്ടാക്കിയ മരുന്നൊന്നും അല്ല അവര് കഴിച്ചത്. അയ്യോ അതെ ചേട്ടനെ ഓടുന്നു. സുമേഷ് അസുഖം മാറിയാ? ശിവനും അവനും കൂടെ അങ്ങോട്ട് ഓടിപ്പോയി. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൂപ്പ ഉണ്ടാക്കി കൊടുത്ത മരുന്ന് കഴിച്ചിട്ടേ ഇവര് ഭയങ്കര ഓട്ടം നിൽക്കുന്നില്ല. അപ്പം കൊടുത്ത മരുന്നൊന്നും അല്ല അവര് കഴിച്ചത്. ഇതെവിടെ നിന്ന് കിട്ടി? അപ്പൊ ഇതേത് മരുന്ന് നിനക്കറിയാമോ? ഇത് ഞാൻ ബാഗിലുള്ള മരുന്നെല്ലാം എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് ഞാൻ മാറ്റി വെച്ചിരുന്ന മരുന്നല്ലേ. ഓ അത് ശരി, അപ്പൊ ഞാൻ കൊടുത്ത മരുന്ന് പോയിട്ട് നീ വേറെ വഴിക്ക് മരുന്ന് കൊടുക്കാൻ നോക്കിയല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല ചേട്ടാ, ഇപ്പൊ ഇത് കുടിച്ചോണ്ടാണോ കുഴപ്പം? ഇത് കുടിച്ചാ? ആ ഇതായിരിക്കുമല്ലോ കുടിച്ച. ഇത് അവന്റെ റൂമിൽ നിന്ന് കിട്ടിയത്. ഇത് കുതിരയ്ക്ക് കൊടുക്കണ മരുന്നല്ലേ ഇത്? കുതിരയ്ക്കാ? ഓ തോമസ് ഏട്ടന്റെ വീട്ടിലെ കുതിരയ്ക്ക് ഭയങ്കര ക്ഷീണം, ആക്റ്റീവ് ആവാൻ വേണ്ടിട്ട് കൊടുത്ത മരുന്ന്. ചുമ്മാ അല്ല, കുതിര ഓടുന്ന പോലെ ഇവിടെ കിടന്ന് ഓടിയാ. ഞാൻ പിടിച്ചിട്ടൊന്നും നിക്കണ്ടേ. എന്താരോഗ്യ. ഇനിയിപ്പോ എന്താ ചോദിച്ചാ? ഇനിയിപ്പോ എന്തോന്ന് ചെയ്യാൻ വേണ്ടിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് മരുന്നിന്റെ എഫക്ട് കുറയും. അപ്പൊ ശരിയാവും. രാത്രിയാവും നേരം നോക്കിയാൽ അമ്മ വേറെ ജില്ല വിട്ടു പോകും. അവർ ജില്ല വിട്ട് പോണേ പോട്ട്. ഇപ്പൊ വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ശിവന്റെ തടിയും കുറയും, അവന്റെ അസുഖം മാറും. ചേട്ടനോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിലുള്ള മരുന്ന് ആശുപത്രി വെച്ചിട്ട് വരണമെന്ന്. മരുന്ന് കഴിക്കേണ്ട കുതിരയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ആശുപത്രി വെച്ചിട്ട് വന്നാ എപ്പോഴും അവിടുത്തെ ഓരോ മരുന്ന് പറഞ്ഞ ഇവിടെ പ്രശ്നമാണ്. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തോ ഞാൻ അവര് വരട്ടെ, ഒരു വരുന്നവരെ കാത്തിരിക്കാം. ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോ? ഓടുന്നതിന്റെ ഇടയ്ക്ക് എവിടെ ഫോൺ കൊണ്ടുപോകാൻ? ഇവിടെ കാണുന്ന ഒറ്റ സാധനം എടുത്ത് കഴിച്ചു പോകരുത് കേട്ടോ. നിന്നോടും കൂടെയാ.